ഞാനാണ് ആദ്യം, നീയാണ് ആദ്യം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഗൈസ്. 2 വണ്ടികൾ 90 പോണ്. നമുക്ക് എത്ര കയ്യില പോണ് നോക്കാട്ടോ. KSRTC ഹേ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിരിക്കുകയാണ് വിചാരിക്കുന്നു. സോ നമുക്കൊരു ലോങ് വീക്കെൻഡാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിരിക്കുകയാണ് വിചാരിക്കുന്നു. ഇന്ന് തമിഴ് ന്യൂ ഇയറൊക്കെ ആണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ലീവാണെന്ന് കണ്ടില്ല. കടയൊക്കെ അവിടെ ഫുള്ള് ലീവാണ്. നമുക്ക് മാത്രമല്ല വിഷു ആണ്. അപ്പോൾ നാളെ രാവിലെയാണ് ഗൈസ് വിഷു. കണി കാണൽ, പടക്കം പൊട്ടിക്കൽ, ആ സീനൊക്കെ. അപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ വൈസർ ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. ഓക്കെ, വൈസറൊക്കെ ക്ലോസ്. നമുക്കൊരു സൈക്കിൾ മേടിക്കണം ഗൈസ് ഉടനെ. കാരണം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തൊക്കെ ഭയങ്കര ഡാമേജായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കധികം മൂവ്മെൻ്റ് ഇല്ലാത്ത ജോബ് ആയതുകൊണ്ട് ഫിസിക്കൽ ഹെൽത്തൊക്കെ. ഞങ്ങൾ ഗോവ പോയ സമയത്ത് നിങ്ങളെൻ്റെ ഗോവ വ്ളോഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ നമ്മൾ പെയിൻറ്റ് ബോൾ കളിച്ചിട്ടുണ്ടായി. നമ്മേ ടിപ്പർ പെയിൻറ്റ് ബോൾ ഗെയിം കളിച്ചിട്ടുണ്ടായി. ഒരു 5 മിനിറ്റോളം തന്നെ ഒരു ഗണ്ണ് തൂക്കിയിട്ട് നമുക്ക് ഓടാൻ പറ്റുള്ളൂ. അതിനുശേഷം ഫുള്ളായി ടയേർഡായി ആകെ നിലത്തിരുന്നു ഗൈസ്. അപ്പോൾ ഈ മിലിറ്ററി പേഴ്സണലിനെയൊക്കെ ശരിക്കും സമ്മതിക്കട്ടെ ഗൈസ്. അവർ ഇത്രയും വെയിറ്റുള്ളൂ. അതും ഞങ്ങൾ യൂസ് ചെയ്ത ഗണ്ണെന്ന് പറയുന്നത് ഒറിജിനൽ ഗണ്ണല്ല, പക്ഷേ ഏകദേശം ഒറിജിനൽ ഗണ്ണിൻ്റെ വെയിറ്റ് വരുന്ന ഗണ്ണായിരുന്നു. അപ്പോൾ ആ ഗണ്ണ് തൂക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് ഞങ്ങൾ ഓടുമ്പോൾ തന്നെ എല്ലാവരും ടയേർഡായി. ടീം ഫുള്ളായി ടയേർഡായി എല്ലാവരും ഇരുന്ന് ഗൈസ്. അപ്പോൾ ഈ മിലിറ്ററി പേഴ്സണലൊക്കെ ഈ ഇത്രയും വെയിറ്റുള്ള ഗണ്ണും തൂക്കി ഓടുമ്പോഴൊക്കെ അവരെയൊക്കെ ഒരു സ്റ്റാമിനയൊക്കെ ശരിക്കും സമ്മതിക്കണം ഗൈസ്. പോലീസുകാർ ഏതോ ഭയങ്കര തിരക്കിൽ പോകണമെന്ന് തോന്നുന്നു ഗൈസ്. ആൾ ട്രാഫിക്കിലൊക്കെ അതിമാരൊക്കെ ഫിൽട്ടർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആകെ സീനാണല്ലോ ഗൈസ്. ചേട്ടന്മാർ ഒരു സൈഡ് വന്നാൽ ഞാനൊരു സൈഡ് കൂടെ. ഗൈസ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും കോയമ്പത്തൂർ ടൗണിലോട്ട് പോകാം ഗൈസ്. റൈറ്റ് പോയി കഴിഞ്ഞാൽ പാലക്കാട്. അങ്ങനെ ഞാൻ കാലത്ത് തന്നെ ഇറങ്ങിയതാണ് ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം 8:20 ഗൈസ്. കാരണം ഇപ്പോൾ സമ്മർ പാലക്കാടൊക്കെ എന്ന് പറഞ്ഞാൽ 42 ആണ് കേട്ടോ ചൂട്. ഞാൻ ഈ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉച്ച സമയത്ത് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാകുന്ന വെച്ചാൽ പഴം പുഴുങ്ങിയ പോലെ ആകും ഗൈസ്. ആകെ സീനാവേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാലത്ത് തന്നെ ഇറങ്ങിയത്. അതുപോലെ നമ്മുടെ വണ്ടിയുടെ റിയർ ഷോക്ക് വീണ്ടും പോയി ഗൈസ്. ആകെ ശോകമാണ്. എന്താ സീനെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് ഞാനൊരു 110 കിലോ വെയിറ്റുള്ള ഒരാൾ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ്. കാരണം നല്ല ആടി ഒലഞ്ഞ് ഒരു കുതിരപ്പുറത്ത് പോകുന്ന ഒരു ഫീലാണ് ഗൈസ്. ഇപ്പോൾ ചെറിയൊരു ബമ്പുണ്ടെങ്കിൽ കൂടി വണ്ടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അത് കുറച്ച് ഡേഞ്ചറും കൂടാണ്. ഹൈ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഒരു സൂപ്പർമാൻ പോലെ ഇങ്ങനെ എയറിലായിരിക്കും നമ്മൾ ഫുൾ ടൈം. അപ്പോൾ അതിനെന്താ റീസൺ, ഞാൻ കഴിഞ്ഞ ന്യൂ ഇയറിന് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ പറയുന്നതിൻ്റെ കൂടെ എൻ്റെ ഷോക്ക് അടിച്ചു പോയത്. അതേപോലെ ഈ ന്യൂ ഇയർ കഴിഞ്ഞ് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. കുറച്ച് ദിവസം പറഞ്ഞാൽ 4-5 മാസമായി. ഓക്കെ വാട്ടെ. അപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും വീണ്ടും ഷോക്ക് പോയി ഗൈസ്. അതിൻ്റെ റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഷോക്ക് അധികം ലൈഫ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഷോക്ക് സോഫ്റ്റ് ആക്കാതെ ഇരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റോപ്പി അടിച്ച് കളിക്കുന്ന പരിപാടി നിർത്തണം ഗൈസ്. കാരണം ഈ സ്റ്റോപ്പി അടിക്കുമ്പോൾ എന്തുണ്ടാകുന്ന വെച്ചാൽ സ്റ്റോപ്പി അടിച്ചിട്ട്
അത് പ്രൊഫഷണലായിട്ട് ചെയ്യാം. പ്രൊഫഷണലായിട്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഞാൻ കുറച്ച് ഹാർഡായിട്ടായിരുന്നു ലാൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് സ്റ്റോപ്പ് അടിച്ചിട്ട്. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ ഷോക്ക് സോഫ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അതിൻ്റെ കൂടെ ഈ ഹാർഡായിട്ടുള്ള ഇമ്പാക്റ്റും കൂടി ആകുന്ന സമയത്ത് ഓയിൽ ലീക്കായിട്ട് വീണ്ടും ഷോക്ക് പോയി ഗൈസ്. ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. അതേപോലെ ബൈക്കിലാണെങ്കിലും ശരി, കാറിലാണെങ്കിലും ശരി, കേരള വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2 ദിവസം ലീവ് ആയതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോവുക. അതുകൊണ്ടാണ് റോഡിൽ ഇത്ര ക്രൗഡ്. ഇന്നലെ വൈകിട്ട് ഇതിനേക്കാളും ക്രൗഡ് ഉണ്ടാകും ഗൈസ്. KSRTC വരിയായിട്ട് പോകുന്നുള്ളൂ ഗൈസ്. ഒന്ന് പാലക്കാട്, ഒന്ന് വേറെ എവിടേക്കാണെന്ന് അറിയില്ല. ആഹാ, എന്തൊരാശ്വാസം. ടണൽ കണ്ടാൽ ഒരു ഡ്രൈവിംഗ് മസ്റ്റാണ് ഗൈസ്. അത് ബൈക്കേഴ്സിന് മാത്രമുള്ള ഒരു ഫീലിംഗ് ആണ്. ഒരേ സമയം പാലക്കാട്ടിലോട്ട് 2 വണ്ടിയോ? വെറുതെ അല്ലേ ഗൈസ് KSRTC നഷ്ടത്തിലാണെന്ന് പറയുന്നത്. മേ ബി ഈ വിഷു കാര്യങ്ങളായതുകൊണ്ട് ഉള്ള എക്സ്ട്രാ സർവീസ് ആയിരിക്കാം. I don't know. അവർ എന്നെ തെറി വിളിക്കരുത് KSRTC ലവേഴ്സ്. ഈ അടുപ്പിച്ച് വണ്ടി വിട്ട് കഴിഞ്ഞാൽ അതിൽ ആളുണ്ടാവും എന്നുള്ള കാര്യം ഡൗട്ട്. ഉണ്ട്, അത്യാവശ്യം ഉണ്ടല്ലേ. ഒരേ സമയത്ത് 2 വണ്ടികൾ ഒരേ സ്ഥലത്തിലോട്ട് KSRTC. എനിക്ക് തോന്നുന്നു 2 ഡ്രൈവേഴ്സും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മോഡിലാണെന്നാണ് തോന്നുന്നത്. ഞാനാണ് ആദ്യം, നീയാണ് ആദ്യം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഗൈസ് 2 വണ്ടികൾ. 90-ലാണ് പോണേ. നമുക്ക് എത്രയില്ല പോണ് നോക്കാം കേട്ടോ KSRTC. ഇപ്പം 80. ഓഹോ, എനിക്ക് തോന്നുന്നു ഒരു വണ്ടി ചിറ്റൂർ കൂടിയാണ് തോന്നുന്നു പോകുന്നത്. നമുക്ക് നോക്കാം. അല്ല ഗൈസ്, 2 വണ്ടിയും ചിറ്റൂർ കൂടിയാണ് പോകുന്നത്. വാട്ട് എവർ, ഓക്കെ ദെൻ ബൈ. ഗൈസ്, അവിടെ ഒരു I-20 കിടന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു വണ്ടിയുടെ ടോപ്പ് എൻ്റെ പിടിച്ച് പോകുന്നുണ്ടാവുന്ന തോന്നുന്നു. ഓക്കെ, വാട്ട് എവർ. ഗൈസ്, നമ്മളങ്ങനെ വാളയാറ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടെ നമ്മൾ സൂക്ഷിച്ച് പോകണം ഗൈസ്. കാരണം ടാർഗറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് MVD കർശനമായ ചെക്കിങ് ഉണ്ടാവും. അതുപോലെ തന്നെ നിറയെ ക്യാമറയുണ്ട് ഗൈസ് ഈ റോട്ടിൽ. അതുകൊണ്ട് തന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ എനിക്ക് വയ്യ. മാത്രമല്ല വരുന്ന ഫോട്ടോസ് ഫുള്ളും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഗൈസ്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ച് വേണം, നമ്മുടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം പോകാൻ ഗൈസ്. ഇത് ഗൈസ് കണ്ടില്ല ഒരു ക്യാമറ. ഹായ്, ഒരു റൈഡർ മറ്റൊരു റൈഡറിൽ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സീനാണെന്ന് തോന്നുന്നു കേട്ടോ. ആ വണ്ടി ചെറുതായിട്ടൊന്ന് വോബിൾ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഗൈസ് എനിക്ക്. ഇത് സ്ഥിരം പോലീസിൻ്റെ കോട്ടയാണ് ഗൈസ്. അതായത് ഈ കഞ്ചാവൊക്കെ കൊണ്ടുവരുന്നവരെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് അറിയില്ല ഗൈസ്. ഇപ്പോൾ KTM ഓടിക്കുന്നവരെല്ലാവരും അങ്ങനത്തെ വണ്ടിയിലാണോ സംഭവം കഞ്ചാവ് കിടത്തണമെന്നുള്ളത് എനിക്കറിയില്ല. KTM കണ്ടു കഴിഞ്ഞാൽ എല്ലാ പോലീസുകാർക്കും ഒരു മോനെ അവൻ പോയി കിട്ടും. ആ റൈഡർ ചുമ്മാ റൈഡറിനെ ഒന്ന് പിടിച്ചു നോക്കാം. വെട്ടിച്ചിട്ടാണ് ഗൈസ് പോകുന്നത്. ഒരു മീറ്റിയർ വരുന്നുണ്ട് ഗൈസ്.
ചെറിയ കൊച്ചൊക്കെ ഉണ്ടായില്ലേ. സ്ട്രൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമ്മളങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് നാട്ടിലോട്ട് എത്തി ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്താ പ്രാന്താണ്, ഇവൻ എല്ലാ വീഡിയോയിലും ഈ കോയമ്പത്തൂരിൽ നിന്ന് നാട്ടിലേക്ക് പോക്കും നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ വരലും മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗൈസ്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ക്യാമറ മൗണ്ട് ചെയ്യണത് കുറച്ച് അത്യാവശ്യം ലോങ് പോകുമ്പോൾ മാത്രമാണ് ഗൈസ്. ഞാൻ കോയമ്പത്തൂർ സിറ്റിയിൽ ഓടുമ്പോൾ ക്യാമറ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. അതെന്താണെന്ന് അറിയാം. നമ്മളത് യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഗോപ്രോൻ്റെ മൈക്ക് അഡാപ്റ്റർ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു നന്നായിട്ട് വലുപ്പത്തിലുള്ള മൈക്കാണിത്. ഐ മീൻ ക്യാമറ വലുപ്പത്തിൽ കാണും. അപ്പോൾ ഈ സിഗ്നലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ വന്നിട്ട് ഈ സൂലൊക്കെ ഉള്ള അനിമൽസിന് ആൾക്കാർ വന്ന് നോക്കില്ലേ, അതുപോലെ വന്ന് അടുത്തൊക്കെ വന്ന് ഇങ്ങനെ നോക്കും. ഇവനെന്താ ഇവൻ്റെ തലയിൽ ഇവൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നോക്കും. പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ഹെൽമെറ്റിൽ AC ആണോ അത്, അതേപോലെ ഹെൽമെറ്റിൽ ഫ്രിഡ്ജ് ഉണ്ടോ മിക്സി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഹൈവേസിലും കുറച്ച് ലോങ് ഒക്കെ അടിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ മാക്സിമം ഇത് യൂസ് ചെയ്യാറുള്ളൂ, ഗോപ്രോ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ തന്നെ ഗൈസ്, നമുക്കിനിയിപ്പോൾ നാട്ടിലോട്ട് ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്, കേരളത്തിലെത്തി. ഓക്കെ ഗൈസ്, സോ വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ അതിൽ വർക്കൗട്ട് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഗൈസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഇതുപോലെയുള്ള കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുള്ളൂ. ഓക്കെ, സോ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഗൈസ്. ഓക്കെ ദെൻ, അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. സോ ഓക്കെ ദെൻ, ബൈ, റൈഡ് സേഫ്. വരൂ ചേട്ടാ, വന്ന് എൻ്റെ നെങ്ങത്തോട്ട് കയറൂ പ്ലീസ്.